ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് മോൾക്ക് വാക്സിൻ ദിവസമായിരുന്നു. വാക്സിൻ എടുക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ ഞാൻ ഹെൽത്തിൽ പോയിട്ടായിരുന്നു വന്നത്. പിന്നെ അറിയാലോ, കരച്ചിലായി, കുഞ്ഞിന് വാശിയായി, അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ വേണമായിരുന്നു. പിന്നെ ജോലിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നായിരുന്നു. വൈകുന്നേരമായിരുന്നു പിന്നെ ജോലികൾ ഞാൻ വെച്ചിരുന്നത്. വലിയ പണിയില്ല, എന്നാലും കുറച്ച്. പിന്നെ ആളിപ്പോൾ ഓക്കെ ആയിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വെളിയിലൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരം നടത്തി. അന്നേരത്തേക്കിനും ഓക്കെ ആയി. കാല് നമ്മൾ അനക്കാതെ വെക്കുമ്പോഴാണല്ലോ ഇവർക്കൊരു വേദനയും എല്ലാം വരുന്നത്. ഇത് ചെയ്തപ്പോൾ ഞാൻ വെളിയിലൊന്ന് കൊണ്ടുപോയി വെളിയിൽ ഇറക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് വെളിയിൽ ഇറക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ മിക്കവർക്കും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ വെളിയിൽ ഇറക്കുന്ന കളിക്കാൻ. അങ്ങനെ ആ വെളിയിലൊക്കെ ഇറക്കിപ്പോയപ്പോൾ ആൾ ഓക്കെ ആയി. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, എൻ്റെ ഡൈനിങ് ടേബിള് സൈഡിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ഒരു ചേഞ്ച് ചെയ്യാമെന്നൊരു രീതി തോന്നത്തില്ലേ? എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഒരു സ്ഥലത്ത് കട്ടിലായാലും അലമാരയിലെ ഒരു സ്ഥലത്ത് കിടക്കുമ്പോഴത്തേക്കിന് ഇതൊന്ന് മാറ്റിപ്പിടിക്കാം എന്നൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തതാണ്. ഇന്നല്ല, വീഡിയോ എടുക്കുന്ന ടൈമിലല്ലായിരുന്നു, കുറച്ച് ദിവസം മുന്നേ ഞാൻ ചേഞ്ച് ചെയ്തതായിരുന്നു. അപ്പോഴത്തേക്കിനും കുറച്ചും കൂടി സ്പേസ് നമ്മുടെ വീട്ടിൽ കിട്ടി കേട്ടോ. ഹോളിൽ ഒരു വെട്ടവും വന്നു, ഹോളിലൊരു നല്ല സ്പേസ് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടമായി. പിന്നെ ഞാനിത് എപ്പോഴും ഞാനിങ്ങനെ തന്നെ ഇടത്തില്ല. ചില സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും തോന്നുമായിരിക്കും ആ പഴയ രീതി ഇടാമെന്ന്. ഇവിടെ ഒരാൾ കാണിക്കുന്ന കണ്ടില്ലേ, എൻ്റെ ബാഗും ചൂലും എല്ലാം കൂടി എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇതാണ് ഇവിടെ പണി. ഞാൻ വീഡിയോ എടുക്കുന്നതിടയിൽ എൻ്റെ കണ്ണിൽ പെട്ടതാണ്. പിന്നെ അതെല്ലാം ഞാൻ മാറ്റുന്നുണ്ട്, ബാഗൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ തൂക്കം എന്നെക്കൊണ്ട് സമ്മതിക്കുന്നില്ല. ഞാനൊരു ഇക്കാൻ്റെ കയ്യിലാണ്, അതവിടെ വെക്കുമ്പോഴത്തേക്കിനും ആളതെടുത്ത് മാറ്റുന്നു, പിന്നെയും ഞാനെടുത്ത് വെക്കുന്നു. ഇത് തന്നെ സെയിം പ്രൊസീജിയർ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റൂമെല്ലാം ഒതുക്കി. റൂമിൽ അത്യാവശ്യം ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടണമായിരുന്നു. പിന്നെ ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു, തൂത്തില്ലായിരുന്നു. രാവിലെ ഹാള് മാത്രമേ തൂത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. കളിപ്പാട്ടങ്ങളൊന്നും ഇന്ന് എടുത്തില്ല മോള്. അതുകൊണ്ട് കളിപ്പാട്ടങ്ങൾ അതേതായത് സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞിന് കുത്തിവെപ്പും കൂടി ആയതുകൊണ്ട് രാവിലെ ഉറക്കമായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ക്ഷീണം കാരണവും വേദന കാരണവും ഒക്കെ ഉറക്കമായിരുന്നു. അടുക്കള ഞാൻ എപ്പോഴായാലും ക്ലീൻ ചെയ്തിടും. കാരണം എനിക്ക് അടുക്കള ക്ലീൻ ആയിരുന്നതിന് എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കുക്കിംഗ് ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേസമയം അടുക്കളയിൽ കുറച്ച് പാത്രം കൂടുതലും സിങ്കൊക്കെ ഒരുമാതിരി കിടന്നു കഴിഞ്ഞാലും ഒക്കെ എനിക്കൊരു ഇറിറ്റേഷൻ കണക്കായിരിക്കും. പിന്നെ എനിക്ക് പണിയെടുക്കാനേ മൂഡ് കാണത്തില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ അടുക്കള വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അടുക്കള മാത്രമല്ലോ, നമ്മുടെ വീടായാലും എല്ലാം വൃത്തിയായി കിടക്കുമ്പോഴേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ കേട്ടോ. എനിക്ക് എൻ്റെ റൂമായാലും വീടായാലും എല്ലാം വൃത്തിയായി കിടക്കുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കൊച്ചടുക്കളയാണ്, കുഞ്ഞടുക്കളയായാലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട ആ ഒരു കാണാനും ഭംഗിയാണ്, എല്ലാം നല്ലതാണ്. പിന്നെ അത്യാവശ്യം പാത്രം എന്ന് പറഞ്ഞാൽ പാത്രം കുറവായിരുന്നു. ചായപാത്രവും 2-3 പാത്രവും ഉള്ളായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ഞാൻ കൈ വെച്ച്. പിന്നെ ഇത് അപ്പം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മൾ വെച്ചിരുന്ന് കൂട്ടാതെ അപ്പം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് പിന്നെ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ മോളുടെ വാക്സിൻ ഡേ ആയതുകൊണ്ട് മോളുടെ കൂടെ ഞാൻ അടുത്ത് തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പണിയെല്ലാം ഒരുവിധം എല്ലാം ഒതുക്കി. ഇനി രാത്രിത്തേക്കിനുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളു. അന്നേരത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന്. പിന്നെ മോൾക്ക് ഞാൻ കുറുക്ക് കാച്ചി വെക്കുന്നുണ്ട്. അമൃതം പൊടിയുടെ കുറുക്കാണ്. ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് ചെറിയ ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാരസെറ്റാമോൾ സിറപ്പ് കൊടുത്തായിരുന്നു. 6 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കണമല്ലോ, അങ്ങനെ കൊടുത്തായിരുന്നു. അതിനെ ഞാൻ ഫുഡിനുള്ളത്, മോളുടെ കാര്യം കുറുക്കിനുള്ളത് ഞാൻ സന്ധ്യയ്ക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡെയിലി റൊട്ടീനാണ് ഈ ഒരു മരുന്ന് കഴിക്കൽ. എനിക്ക് ഒരു അലർജി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് തുമ്മലല്ല, ദേഹത്തെല്ലാം തടുപ്പ് കയറി വരും. അതിപ്പം നമ്മൾ ഡെയിലി ഉള്ള ഈ ലെവോസിട്രിസിനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡെയിലി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുകയാണ്. ഇനി ഒന്നും കൂടി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. എന്നാലും എനിക്ക് തടുപ്പുണ്ട്. അതായത് ദേഹത്തൊക്കെ അലർജി കണക്ക് വട്ടത്തിലിങ്ങനെ വരും. ഇത് കഴിച്ചില്ലെങ്കിൽ കൂടുതലും ആയിരിക്കും.
പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കാൻ ആക്കിച്ചിരി മടിയാണ്. കുഴപ്പമില്ല, മടിയിലൊക്കെ പിടിച്ചിരുത്തി ഞാൻ ഫുഡ് കൊടുക്കും. പക്ഷേ എനിക്ക് കഷ്ടം തോന്നും, പാവം കാലിൽ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ വയ്യാത്തതിൻ്റെ. പിന്നെ ആൾ കുഴപ്പമില്ല, ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. അന്നേരത്തേക്കിനും പിന്നെ ഫുഡെല്ലാം കൊടുത്തു. ഇക്ക വരാനുള്ള സമയമായി, ജോലി കഴിഞ്ഞിട്ട് ഇക്ക വരാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇക്ക വരുന്നതിന് മുമ്പേ ഞാൻ ആളെടുത്ത് പറയുന്നു, വാപ്പി വന്നു. അന്നേരം ഓടിച്ചെന്നിട്ട് കതവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും വാപ്പിച്ചിയെ കാണാൻ വേണ്ടി. ഇക്ക വന്നെന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ബെഡിൽ കിടക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ആൾ ഇക്ക വന്നെന്ന് പറയുമ്പോൾ ഓടി അങ്ങ് ചെല്ലും. അതാ ഇപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.